അതിനിർണായകമായിട്ടുള്ള അതീവ ഗൗരവമേറിയ ഒരു ഘട്ടത്തിലേക്ക് 2022 മുതൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ സംഘർഷം നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയുടെ ഒരു ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. റഷ്യയുടെ മുൻ നിലപാടുകൾ ശരിവെക്കുന്നതാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് തിരിച്ചടിയായി ആണവ ആയുധം കൊണ്ട് തന്നെ മറുപടി നൽകുമെന്നാണ് റഷ്യ മുൻകാലങ്ങളിൽ നിലപാട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതീവ ഗൗരവമേറിയ സങ്കീർണമേറിയ സാഹചര്യങ്ങളിലൂടെ ലോകം, പ്രത്യേകിച്ച് യൂറോപ്പ് കടന്നു പോവുകയാണ്. ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്ന ആ സമാധാന ചർച്ചകൾ ഫലം കാണുമോ? റഷ്യ യുക്രൈൻ സംഘർഷം ഏത് ദിശയിലേക്ക് പോകുന്നു? അത് ലോകത്തെ, പ്രത്യേകിച്ച് യൂറോപ്പിനെ, ഒപ്പം തന്നെ ഇന്ത്യയെ അത് എങ്ങനെ ബാധിക്കും? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. ലോകം പ്രധാനമായിട്ടും 2 യുദ്ധമുഖങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. നമ്മൾ ഇന്നലെ നിലപാടിൽ ചർച്ച ചെയ്തതുപോലെ ഗാസയിൽ ഇസ്രായേൽ ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധം, ഇപ്പുറത്ത് യുക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് മത തീവ്രവാദമാണ്, ഇസ്ലാമിക ഭീകരതയാണ്. മത തീവ്രവാദം തലയ്ക്ക് പിടിച്ചവരാണ് ആ യുദ്ധത്തിന് തുടക്കമിട്ടത്. എന്നാൽ ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ, റഷ്യ യുക്രൈൻ യുദ്ധമുഖം നമ്മൾ നോക്കുമ്പോൾ, അതിന്റെ പിന്നിൽ, ആ യുദ്ധം ഇപ്പോഴും തുടരുന്നതിന് പിന്നിൽ ഇരു കൂട്ടരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അമേരിക്കയുടെ ഉണ്ട്, റഷ്യയുടെ ഉണ്ട്, ഉക്രൈൻ്റെ ഉണ്ട്, നാറ്റോയുടെ ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഉണ്ട്. അതിനാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം 2022 ഫെബ്രുവരി മാസം 24 ആരംഭിച്ച ആ ഒരു യുദ്ധം എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്നു? ഒരുപക്ഷെ ഒരു ആണവ യുദ്ധത്തിലേക്ക് ആ യുദ്ധം വഴി മാറാനുള്ള എല്ലാ സാധ്യതകളും അത് സംബന്ധിച്ച് ചില വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു. ഞാൻ ഒരു കണക്ക് അവതരിപ്പിച്ചിട്ട് ഞാൻ റോബിനിലേക്ക് വരാം. ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇരു കൂട്ടർക്കും ഉണ്ടായ നഷ്ടങ്ങളെ സംബന്ധിച്ച് പല ഏജൻസീസും പല കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് US ബേസ് ചെയ്തിട്ടുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ്, അവരുടെ ഒരു കണക്കാണ്. 2022 മുതൽ ഏകദേശം 2025 വരെ റഷ്യയുടെ സൈഡിലുണ്ടായ ഒരു നഷ്ടം എന്ന് പറയുന്നത് പരിക്കേറ്റവരുടെയും മരണപ്പെട്ടവരുടെയും, ഈ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെയും മരണപ്പെട്ടവരുടെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷം വരുമെന്നാണ് ഇവർ പറയുന്നത്. ചില കണക്കുകൾ അതിലും അപ്പുറം പറയുന്നുണ്ട്. അപ്പോൾ ഒരു 1 മില്യൺ ആണ് റഷ്യക്ക് സംഭവിച്ചൊരു നഷ്ടം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പുറത്ത് യുക്രൈൻ്റെ സൈഡിൽ വന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ്. ഞാൻ ഈ റഷ്യനെ ഒന്ന് ഫോക്കസ് ചെയ്യണം. നമുക്കറിയാം, റഷ്യയെ സംബന്ധിച്ച് ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രധാനമായിട്ടും 2 യുദ്ധമുഖങ്ങൾ റഷ്യ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം, ഏകദേശം ഒരു 10 വർഷത്തോളം നീണ്ടുന്ന അഫ്ഗാൻ യുദ്ധം, ചെച്ചനിയിലെ യുദ്ധം, 13 വർഷത്തോളം നീണ്ടുന്ന ഈ ചെച്ചനിയൻ യുദ്ധം. ഈ 2 യുദ്ധത്തിലും റഷ്യക്ക് സംഭവിച്ച നഷ്ടങ്ങൾ ഒരുമിച്ച് നാം നോക്കുമ്പോൾ അതിന്റെ ഒരു 5 ഇരട്ടി നഷ്ടമാണ് 2022 മുതൽ ആരംഭിച്ച ഈ ഒരു യുദ്ധത്തിൽ റഷ്യക്ക് നേരിടേണ്ടി വന്നത്. സമാനമായിട്ടുള്ള നഷ്ടം യുക്രൈനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് റോബിൻ ഇരു കൂട്ടരും ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല? നിരവധി പേർ അവിടെ മരിച്ചു വീഴുന്നു, പട്ടാളക്കാർ മരിച്ചു വീഴുന്നു. ഇരു കൂട്ടർക്കും വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടെന്ന്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയുടെ ആണവ നിലയം തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഓർക്കുക, റഷ്യയുടെ ഒരു ന്യൂക്ലിയർ ഡോക്ട്രൈൻ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൂടെ ആക്രമണം ഉണ്ടായ തിരിച്ചും ആണവ ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് റഷ്യയൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി യുദ്ധത്തിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും? എന്തുകൊണ്ട് ഇരു കൂട്ടരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇങ്ങനെ അനന്തമായി യുദ്ധം നീണ്ടുപോകുന്നു? എനിക്കൊന്ന് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഇന്ത്യയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഓർക്കുക, ഇപ്പോഴത്തെ അമേരിക്ക ഇന്ത്യക്കെതിരെ ടാരിഫ് ചുമത്തുന്നതിൻ്റെ അടിസ്ഥാനം പോലും 56% ടാരിഫ് ചുമത്തുന്ന അടിസ്ഥാനം പോലും റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് ഇത്രയും കാലമായിട്ട് ഇന്ത്യ റഷ്യയുമായിട്ട് ബന്ധം നിലനിർത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യം, റഷ്യയുമായിട്ട് ഇന്ത്യ ഒരിക്കലും പിന്മാറാനുള്ള സുഹൃത്തുക്കളായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്കയും യൂറോപ്പും റഷ്യയുടെ സ്ട്രാറ്റജിക് ഡിഫീറ്റാണ് ആവശ്യപ്പെടുന്നത്. അതങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ആ യുദ്ധം തുടങ്ങിയത്. അപ്പോൾ അതിന് ഇന്ത്യ ഒരിക്കലും അവരുടെ കൂടെ നിൽക്കുന്നില്ല, ഇനി നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഒരു ശത്രുരാജ്യമായി കാണുന്നത്. എന്ന് വെച്ചാൽ ഓർക്കുക, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മോദി എന്ന് പറയുന്ന മൈ ഫ്രണ്ടിനോട് കൂടുതലായിട്ട് അടുക്കുമെന്നും ഇന്ത്യക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാകുമെന്നും ചിന്തിച്ച് അതേ ആ ഒരു അവസരത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ശത്രുതാപരമായ മനോഭാവത്തോടുകൂടി ഇന്ത്യക്കെതിരെ സാങ്ഷനുകൾ ഏർപ്പെടുന്ന, ഇപ്പോൾ താരിഫ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം വരും. ഇനി റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ഓയിൽ ഇനിയും വാങ്ങുന്ന സാഹചര്യത്തിൽ സാങ്ഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ പല കാര്യത്തിലും ഏർപ്പെടുത്താനുള്ള സാധ്യതകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് തീവ്രമായി നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കറിയാം, 1ാം ലോക മഹായുദ്ധം തുടങ്ങിയത് യൂറോപ്പിൻ്റെ ഒരു കൊളോണിയലൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. വെച്ചാൽ അതും സമ്പത്ത്, അധികാരം, അതുപോലെ തന്നെ ചില പിടിവാശികൾ, ഈ ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള പിടിവാശി
പിടിവാശികൾ, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധവും ഇതേപോലെ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ ചിലരുടെ പിടിവാശികൾ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇപ്പോൾ ജർമ്മനിക്കുണ്ടായ നഷ്ടത്തിൻ്റെ പേരിൽ അങ്ങനെയെല്ലാം കുറേ പിടിവാശികളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ രണ്ടാം ലോക മഹായുദ്ധം. ഈ മൂന്നാം ലോക മഹായുദ്ധം വരുമ്പോഴും ഇവിടെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു മതതീവ്രവാദത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ടെങ്കിൽ ഇവിടെ അതൊന്നുമല്ല. ഈ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം എങ്ങനെ തുടങ്ങിയോ അതേ കാരണങ്ങളൊക്കെ തന്നെയാണ് ഈ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയ നാറ്റോ, ഈ USSRന്റെ ഡിസിൻറ്റഗ്രേഷന് ശേഷം റഷ്യക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഞങ്ങൾ ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർ ബാക്കിയുള്ള റഷ്യയുടെ അടുത്തുള്ള ഈ ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ, പോളണ്ട് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും ഈ ഇപ്പോൾ നാറ്റോയിലേക്ക് ചേർക്കുന്നു. ഇപ്പോൾ അവസാനം ഫിൻലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ നാറ്റോയിലേക്ക് ചേരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ റഷ്യ അന്നും പറയുന്നത് ഞങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുപോയിട്ട് നാറ്റോയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ മിസൈൽ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അവരാ പറയുന്നത് ഇതിലും വളരെ വ്യക്തമായ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ ജർമ്മനിയിൽ, ഇറ്റലിയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്ക ന്യൂക്ലിയർ വാർഹെഡുകൾ കൊണ്ടുവയ്ക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം വരികയാണെങ്കിൽ നമുക്കറിയാം ലോകത്തിൽ ആണവ ആക്രമണം നടത്തിയിട്ടുള്ള, ഇപ്പോൾ എല്ലാവരുടെയും ഈ ആണവ പോർമുന കയ്യിലുള്ള മിസൈലുകളുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷേ ആക്രമണം ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം മാത്രമുള്ളത് അമേരിക്കയാണ്. അത് ഹിരോഷിമയിൽ നാഗസാക്കിയിൽ അവിടെ അണുബോംബ് ഇട്ടു എന്നുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ആളുകൾ പറയുമ്പോൾ അമേരിക്ക പറയും ഇനിയും അമേരിക്കയ്ക്ക് അത് ചെയ്യാൻ മടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റഷ്യയെ സംബന്ധിച്ച് ഈ മിസൈലുകൾ റഷ്യയുടെ അടുത്തിരിക്കുക എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ച് അത് സ്ട്രാറ്റജിക്കലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ റഷ്യയുടെ എല്ലാ തന്ത്രപ്രധാന മേഖലകളിലേക്കും ഇവരുടെ മിസൈലുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടാവും. അവർക്ക് അതെല്ലാം അവരുടെ ഗൺ പോയിന്റിൽ നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ അത് അംഗീകരിക്കാൻ റഷ്യ തയ്യാറല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് ഉക്രൈൻ ഒരു പ്രാവശ്യം ഇവർ 2014 അവിടെ ഈ വ്ളാദിമിർ സെലൻസ്കിയുടെ അടക്കമുള്ള ആ ഗവൺമെൻറ്റുകൾ വരുന്നത് എന്ന് വെച്ചാൽ വെസ്റ്റിൻ്റെ യൂറോപ്പിൻ്റെ ഒരു അനുഭാവമുള്ള ഗവൺമെൻറ് ഈ 2014 തൊട്ട് ഈ ഉക്രൈനിൽ വന്ന അന്ന് മുതൽ നമുക്കറിയാം, അതിനുശേഷം ക്രിമിയ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന റഷ്യ അന്ന് മുതൽ തുടങ്ങിയ ഈ യുദ്ധസമാനമായ സാഹചര്യം ഇന്ന് വളരെ മൂർധന്യതയിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഈ ബൈഡൻ ഇരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സമയത്ത് ബൈഡൻ ഈ അറ്റാക്കംസ് അടക്കമുള്ള മിസൈലുകൾ, ഈ ദീർഘദൂര മിസൈലുകൾ, റഷ്യയുടെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകൾ ഈ ഉക്രൈന് നൽകി റഷ്യക്ക് ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ പറ്റും എന്നുള്ള സമയത്ത് റഷ്യ അവരുടെ ഇപ്പോൾ പറഞ്ഞ പോലെ അവരുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ അവർ പരിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ന്യൂക്ലിയർ പവർ അല്ലാത്തൊരു സ്റ്റേറ്റ്, നമുക്കറിയാം ഉക്രൈൻ ന്യൂക്ലിയർ വാർഹെഡുകളില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ഇവരുടെ ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് മറ്റൊരാളുടെ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി, ഇപ്പോൾ അമേരിക്കയുടെ ആണെങ്കിൽ അമേരിക്കയുടെ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും റഷ്യ ഒരു തിരിച്ചടിക്കും. പക്ഷെ തിരിച്ചടിക്കുന്നത് ഈ ഉക്രൈനെ ആയിരിക്കില്ല, ഇത് ആരാണോ കൊടുത്തത് അവരെ ആയിരിക്കും ആക്രമിക്കുക എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം CIA, അമേരിക്കയുടെ CIA ഒരു പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച്, അവരന്ന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം ഈ റഷ്യയുടെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ 50% ചാൻസ്, 50% ചാൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒരു ന്യൂക്ലിയർ ആണവായുധ യുദ്ധം നടക്കാൻ 50% ചാൻസ് ഉണ്ടായിരുന്നു എന്ന് ആരുമല്ല കൊടുത്ത CIA കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. റഷ്യ ആക്രമണം നടത്തുകയല്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന അതേ ഏജൻസി തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തേക്കാണ് 50% ചാൻസ് കഴിഞ്ഞ വർഷം ന്യൂക്ലിയർ ആണവ യുദ്ധം നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതേ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്കറിയാം സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ പോലും ഏകദേശം $35 ബില്യൺ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉക്രൈൻ ആയുധത്തിനും എല്ലാ സൈനിക സഹായമായിട്ട് നൽകിയേക്കുന്നത്. അത് 53 ബില്യൺ ഡോളറിലേക്ക് ഏകദേശം 4.25 ലക്ഷം കോടി രൂപയോളം ആണ് ഈ വർഷം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ മുടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ട്രംപ് വരുന്നതിന് മുന്നേ ഉള്ള ബൈഡൻ ഭരണകൂടമായിരുന്നു മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്, ഏകദേശം $130 ബില്യൺ അമേരിക്ക ഈ യുക്രൈൻ യുദ്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആയുധമായിട്ട് കൊടുത്തത്. അപ്പോൾ ട്രംപ് വന്നിട്ട് പക്ഷേ ട്രംപ് കാരണം അവരെന്ന് ട്രംപ് വിമർശനം ഉന്നയിച്ചത് ഈ പൗരന്മാരുടെ പണമാണ് വെറുതെ കളയുന്നത് എന്ന് പറഞ്ഞ് ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ട്രംപ് പണ്ട് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിലെല്ലാം അമേരിക്ക ചെയ്തതുപോലെ യൂറോപ്പിന് ആയുധം കൊടുക്കും, യൂറോപ്പ് പൈസ അമേരിക്കയ്ക്ക് കൊടുക്കും,
അന്ന് വെച്ചിട്ട് ആ ആയുധം ഉക്രൈന് കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ട്രംപ് മാറ്റിക്കുന്നത്. വെച്ചാൽ ഇപ്പം യൂറോപ്പാണ് ഇപ്പോൾ ഭയങ്കര ഒരു ക്രൈസിസിൽ പെട്ടിരിക്കുന്നത്. കാരണം ഒന്നാമത് അവർക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്, അതിൻ്റെ കൂടെ ഈ യുദ്ധവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള സാഹചര്യം നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ പറയുന്ന യൂറോപ്പിൻ്റെ ഇപ്പോൾ ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും അവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് റഷ്യ എന്നുള്ളൊരു നിലപാടിലേക്കാണ് അവർ മാറുന്നത്. കാരണം വെച്ചാൽ റഷ്യ ഉക്രൈൻ കീഴടങ്ങി കഴിഞ്ഞാൽ ഈ വ്ളാദിമിർ സെലൻസ്കിയും ആ ഒരു പീസ് വെച്ചാണ് ഈ വ്ളാദിമിർ സെലൻസ്കിയും ഇവിടെ കളിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഉക്രൈൻ വീണാൽ യൂറോപ്പ് വീണു എന്നാണ് എപ്പോഴും സെലൻസ്കി പറയുന്നത്. എന്ന് വെച്ചാൽ അതേ കാര്യം തന്നെയാണ് യൂറോപ്യൻ നേതാക്കളും പറയുന്നത്. ഇപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിച്ച് ഉക്രൈൻ കീഴടങ്ങിയാൽ പിന്നെ അടുത്തത് പോളണ്ട് ആയിരിക്കാം, അതുപോലെ ഫിൻലാൻഡ് ആയിരിക്കാം, അങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവരതിന് കാരണം പറയുന്നത് റഷ്യയുടെ സാർ ആ ഒരു ചക്രവർത്തിമാരുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു അവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഈ ഭൂമിയെല്ലാം അവർ കൈവശം വെച്ചിരുന്നതാണ്, ഈ രാജ്യങ്ങളെല്ലാം. അതുപോലെ തന്നെ USSR ഇതെല്ലാം അവരുടെ കൈവശം വെച്ചിരുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു നിലവാരത്തിലേക്ക് റഷ്യയെ ഉയർത്താൻ പരിശ്രമിക്കുന്ന പുടിനെ സംബന്ധിച്ച് ഈ യൂറോപ്പിൻ്റെ ഈ ഭാഗങ്ങൾ പണ്ട് ഇവരുടെ കൈവശം വരുന്ന അതേ ഭൂമികൾ വീണ്ടും തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത് പുടിൻ്റെ ഒരു ലെഗസിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂറോപ്പ് ഈ യുദ്ധത്തിന് നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ഭാഗവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇപ്പോൾ ഉക്രൈൻ നാളെ സമാധാന സന്ധി, ഇപ്പം റഷ്യ പറയുന്നത് പോലെ ഉക്രൈൻ നാളെ ഒരു സമാധാന സന്ധിയിലേക്ക് എത്തുകയാണെങ്കിൽ ഉക്രൈന് കൊടുക്കേണ്ടി വരുന്നത് ഡോൺബാസ് അടക്കമുള്ള അവരുടെ തന്ത്രപ്രധാന മേഖലകൾ ആണ് കൊടുക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഈ ക്രിമിയ തിരിച്ചു പിടിക്കാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം അവസാനം ഉക്രൈൻ്റെ റഷ്യയുടെ ഭാഗത്തുള്ള ഭൂമി മൊത്തം പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ. അപ്പോൾ അതിന് റഷ്യയും യൂറോപ്പും സമ്മതിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്പും ഈ സന്ധിക്ക് സമ്മതിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ പറയും കൃത്യമായിട്ട് ചതിച്ചു ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടിട്ട്. നമുക്കറിയാം നാറ്റോയും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിലേക്ക് ഉക്രൈനെ ഇറക്കി വിട്ട് ചതിച്ചു എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ അതിന് യൂറോപ്പ് സമ്മതിക്കുമെന്ന് അതിന് യൂറോപ്പ് സമ്മതിക്കില്ല. അപ്പോൾ തിരിച്ച് റഷ്യനെ സംബന്ധിച്ച് യൂറോപ്പിൻ്റെ സൈന്യം പോലും ഉക്രൈനിലേക്ക് എത്തുന്നത് അവരെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുമാത്രമല്ല, പിടിച്ചെടുത്ത ഭൂമി ഇപ്പം നേരത്തെ സൂചിപ്പിച്ച് ഈ കാഷ്വാലിറ്റിയുടെ കണക്കൊക്കെ, അപ്പോൾ ഇത്രയും കാഷ്വാലിറ്റി കൊടുത്ത് അവർ നേടിയെടുത്ത ഈ ഭൂമി അവർ തിരിച്ചു കൊടുക്കില്ല എന്ന് അവർ കൃത്യമായിട്ട് ആദ്യം തുടക്കം മുതലേ പറയുന്നതാണ്, ഇത് ഭൂമി തിരിച്ചു കൊടുക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു കീറാമുട്ടിയാണ്. അതാണ് പുള്ളി എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് പ്രോഗ്രസീവായിരുന്നു, കൺസ്ട്രക്റ്റീവായിരുന്നു ചർച്ചകളെന്ന് പറയുമ്പോൾ പോലും ചർച്ചയിൽ എന്താ നടന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് പുള്ളി പുറത്തു പറയാതെ കാര്യം. കാരണം ഇതൊരു കീറാമുട്ടിയാണ്. മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ എല്ലാം നിലനിൽക്കുന്ന ഒരു യുദ്ധമാണിത്. കാരണം ഇതിന് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും തുടക്കം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ അതുമാത്രമല്ല, അമേരിക്ക ഇപ്പം കൃത്യമായിട്ട് പീസ് ട്രീറ്റിയിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക വീണ്ടും ഏകദേശം 700 കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകൾ ഉക്രൈന് കൊടുക്കുമെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ വർഷം 50% സാധ്യത ആണവ യുദ്ധത്തിന് ഉണ്ടായിരുന്നത് അത് വീണ്ടും എസ്കലേറ്റ് ചെയ്യുകയും തീർച്ചയായിട്ടും അധികം വൈകാതെ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ ഒരിക്കലും യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിലെല്ലാം ആ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ അലാസ്കയിൽ വെച്ച് ചർച്ച നടന്നു, അതിൽ ട്രംപ് ഉണ്ടായിരുന്നു, പുടിനും ഉണ്ടായിരുന്നു, അതിൽ സെലൻസ്കി പങ്കെടുത്തില്ല എന്ന വലിയ രീതിയിൽ വിമർശനം വരുന്നുണ്ട്. നമുക്കറിയാം പുടിനെ സംബന്ധിച്ചോളം സെലൻസ്കിയെ കണ്ടുകൂടാ. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഇപ്പോൾ യുദ്ധം നടക്കുന്ന കാരണം തെരഞ്ഞെടുപ്പ് നടന്നില്ല, അതുകൊണ്ട് നിയമസാധുതയില്ലാത്ത ഒരു പ്രസിഡന്റാണ് സെലൻസ്കി, അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക് ഒരു കാരണവശാലും തയ്യാറല്ല എന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വേറൊരു അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പുടിന്റെ ഒരു ഈഗോ ഈ സമാധാന ചർച്ചകൾക്കൊരു തടസ്സം വരുത്താനുള്ള ഒരു സാധ്യത. പുടിന്റെ ഈഗോ എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവർ തമ്മിലുള്ള ഒരു വടംവലി എന്ന് പറയുന്നത്. ഈ 2014 മുൻപ് അവിടെ ഇരുന്നത് റഷ്യയോട് അനുഭാവമുള്ള ഗവൺമെന്റ് ആയിരുന്നു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ വെസ്റ്റിനോട് അനുഭാവമുള്ള ഗവൺമെന്റ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഷെയ്ഖ് ഹസീന ഇരുന്നപ്പം ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ ബെനഫിഷ്യൽ ആയിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന മാറിക്കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടാകുന്ന തലവേദന എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ അതിർത്തിയിൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും, ഇപ്പോൾ ചൈനയാണെങ്കിലും അവരുടെ അതിർത്തിയിലുള്ള രാജ്യങ്ങളുമായിട്ട് എപ്പോഴും സൗഹൃദത്തിൽ പോകുക എന്നുള്ളതും അവർക്ക് അനുകൂലമായ ഗവൺമെൻറ് അവിടെ ഉണ്ടാവുക എന്നുള്ളതും അവരെപ്പോഴും തീർച്ചയായിട്ടും നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? യൂറോപ്യൻ
രാജ്യങ്ങൾ റഷ്യയെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റഷ്യയെ ഇനി ഒരിക്കലും തങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് റഷ്യയെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ എനിക്ക് തോന്നുന്നു അവർ ഈ എക്കണോമിക്കലായി ഈ സാങ്ഷൻസ് എല്ലാം അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ് ഈ യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അവർ ഉദ്ദേശിച്ചത് റഷ്യക്ക് ഈ സാങ്ഷൻ കൊടുക്കുക, അതിനുശേഷം റഷ്യയെ ഈ വാർ ഇച്ചിരി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ റഷ്യ എക്കോണമിക്കലായിട്ട് തകരുന്ന ഒരു സാഹചര്യം, അങ്ങനെ റഷ്യ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, അത് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. പക്ഷേ തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ റഷ്യ ഇപ്പോൾ ഈ പർച്ചേസിങ് പവർ പാരിറ്റിയിൽ ഇന്നും റഷ്യ വളരെ ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ റഷ്യ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ റഷ്യ അത് പിടിച്ചു നിന്നു. അപ്പോൾ യൂറോപ്പ് സാമ്പത്തിക ക്രൈസിസിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയുധത്തിന് വേണ്ടി ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പിടിവാശി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അമേരിക്ക ഓടി നടക്കുമ്പോൾ, യൂറോപ്പിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ലോകം മുഴുവൻ ഓടി നടക്കുമ്പോൾ റഷ്യയ്ക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അവർ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മിസൈൽ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ ഉക്രൈനിൻ്റെ സ്വയംഭരണ അവകാശം അതിൻ്റെ ഉള്ളിൽ റഷ്യ കൈകടത്തുന്നു എന്ന് പറയുമ്പോൾ ആ സ്വയംഭരണ അവകാശം വേറൊരുത്തിന് പാരയാകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഇതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടു കൂട്ടരും മസിൽ പിടിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. വളരെ ഭീകരമായ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. കറക്റ്റാണ് അരുൺ. ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ വളരെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു ന്യൂക്ലിയർ വാറിലേക്ക് പോകാനുള്ള സാധ്യത, 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത. കാരണം റഷ്യയും യുക്രൈനും തമ്മിൽ ഉള്ള പ്രശ്നം അതിലൊരു കക്ഷിയല്ലാത്ത ഇന്ത്യയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ആ മേഖലയിൽ ഉടലെടുത്ത് കഴിഞ്ഞാൽ, ഈ ട്രംപ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഈ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ലോകക്രമത്തെ എങ്ങനെയായിരിക്കും ഗുരുതരമായി ബാധിക്കുക? ജോർജ്, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ണീർ വീഴുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭൂമിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ഒരിക്കലും ചർച്ചയാവാത്തതിന്റെ കാരണം ഇവിടെ ഒരു ഗാസ വിഷയം കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഗാസയിലെ കണ്ണീർ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള ക്യാമറകൾ അങ്ങോട്ടേക്ക് മാത്രമേ തിരിയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തെ കുറിച്ചിട്ട് ആരും അത്ര ബോധവല്ലായിരുന്നു. പക്ഷേ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചതോടുകൂടി, ട്രംപ് ഇന്ത്യക്കെതിരെ 50% താരിഫ് പ്രഖ്യാപിച്ചതോടുകൂടി നമ്മുടെ രാജ്യത്തുള്ളവരും ആ വിഷയത്തിന്റെ രൂക്ഷത എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. ഇപ്പോഴും പലരും പറയുന്നുണ്ട് ട്രംപ് മൈ ഫ്രണ്ട് ചതിച്ചു. അതാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. മറ്റൊരു വിഭാഗം പറയുന്നത് ഇന്ത്യക്ക് ഇതിനെല്ലാം തരണം ചെയ്യാനായിട്ടുള്ള ശക്തിയുടെ കഴിവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യ എങ്ങനെയാണ് വളർന്നത്? ഇന്ത്യ മോദി ഗവൺമെന്റിന്റെ ഈ 10 വർഷത്തിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, 11 വർഷം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് വളർന്നത്? ഇന്ത്യ ലോക രാജ്യങ്ങളുമായിട്ട് അവരുമായിട്ട് സഹകരിച്ചിട്ടാണ് വളർന്നത്. ഒരു രാജ്യവുമായിട്ട് ശത്രുതയില്ല. പാകിസ്ഥാൻ ഒഴിച്ച് മറ്റു രാജ്യങ്ങളായിട്ടെല്ലാം നല്ലൊരു ബന്ധം പുലർത്തിയതുകൊണ്ടാണ്, അങ്ങനെയാണ് നമ്മുടെ ട്രേഡ് വർദ്ധിച്ചത്, നമ്മുടെ രാജ്യം വളർന്നത്. നമ്മുടെ രാജ്യം വളർന്ന അതിന്റെ പീക്കിലേക്കൊന്നും എത്തിയിട്ടില്ല. നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഏറെ വളരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വീരവാദങ്ങളൊന്നും നമ്മൾ മുഴക്കുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ട് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് പ്രഖ്യാപിച്ചു, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തായിരുന്നു ട്രംപിന്റെ ഇന്റൻഷൻ? ഇന്ത്യയോടുള്ള വെറുപ്പായിരുന്നോ, ഇന്ത്യയോടുള്ള വിദ്വേഷമായിരുന്നോ? അല്ല എന്നാണ് അതിന്റെ കൃത്യമായിട്ട് ഉത്തരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ശരിക്കും ട്രംപും പുടിനും തമ്മിൽ വളരെ പേഴ്സണലി അവർ തമ്മിൽ വലിയൊരു ബന്ധമുള്ളതാണ്. പക്ഷേ റഷ്യയും അമേരിക്കയും അങ്ങനെയല്ല. എന്നാൽ നേരെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലും നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആ സ്വാധീനം, റഷ്യയുടെ മേലുള്ള ഇന്ത്യയുടെ സ്വാധീനം, വെസ്റ്റിന്റെ മേലുള്ള ഇന്ത്യയുടെ സ്വാധീനം, അതേപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഗുഡ് റിലേഷൻഷിപ്പ്, ഈ യുദ്ധം ഏറ്റവും എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കുക നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടലുകളാണ്. ഇന്ത്യ ഗവൺമെന്റ് പുടിനെ പ്രഷർ ചെയ്യും, സെലൻസ്കിയെ പ്രഷർ ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനൊരു ശമനം ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ട്രംപ്. ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തിരിച്ചു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് ഈ യുദ്ധം നിൽക്കുന്നു അന്ന് തീർച്ചയായിട്ടും തിരിച്ചു വരും. ഒരിക്കലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയല്ല, ചൈനയല്ല ഇന്ത്യയുടെ ഫ്രണ്ട്സ് ആയിട്ട് വരേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ ലോകവും അമേരിക്കയും തന്നെയാണ് ഇന്ത്യയുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നതാണ് ഇന്ത്യക്ക് ലോങ് ടൈമിൽ ഗുണം ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് ഇടപെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ റോബിൻ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്റെ മുമ്പിലുള്ള കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. റഷ്യയുടെ ലക്ഷക്കണക്കിന് പേരാണ് മരിച്ചു വീണിരിക്കുന്നത്. അവരുടെ രക്തം അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ രക്തം കൊടുത്താണ് ഡോൺബാസ് അടക്കമുള്ള യുക്രൈന്റെ പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ റഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ മുന്നേറ്റത്തിന്റെ പാതയിലാണ്. മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെ കൂടുതലാണ്. സാമ്പത്തികമായിട്ടും അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നാറ്റോ ആണെങ്കിലും പിടിച്ചു നിൽക്കുകയാണ്. നാറ്റോയെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധം ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യ ക്ഷയിച്ച് ശക്തിയില്ലാതായി തീരുന്നത് വരേക്കും അവർ ഈ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി ജോർജിയുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ യുദ്ധം ഇനി എങ്ങോട്ട് പോകും? അതാണല്ലോ ചോദ്യം.
ഈ യുദ്ധം ഒരു ആണായുധത്തിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞതാണ്. അതിനെ തടയിട്ടിരിക്കുന്നത് ഒരുപക്ഷെ ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പുടിന് നേരെ, റഷ്യക്ക് നേരെ യുക്രൈൻ ചില ആക്രമണങ്ങൾ നടത്തിയപ്പോൾ അന്നേ പുടിൻ പറഞ്ഞു കഴിഞ്ഞാണ് അടുത്തത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കണം. അത് കാരണം ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് അത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ആ സന്ദർഭത്തിലാണ് ട്രംപ് അമേരിക്കയിലെ അധികാരത്തിലേക്ക് വരുന്നത്. ട്രംപ് വന്നതോടുകൂടി ഇരു രാജ്യങ്ങൾക്കും, പുടിനും അതേപോലെ തന്നെ സെലൻസ്കിയും, രണ്ട് രാജ്യങ്ങൾക്കും പ്രതീക്ഷയായി, ലോകത്തിനും ഒരു പ്രതീക്ഷയായി. ഈ യുദ്ധം എങ്ങനെയെങ്കിലും ട്രംപ് അവസാനിപ്പിക്കുന്നുള്ള ഒരു പ്രതീക്ഷ വന്നു. ട്രംപ് ആത്മാർത്ഥമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ട്രംപിനെ അറിയാം കുറച്ച് വിട്ടുകൊടുക്കലുകൾ യുക്രൈന്റെ ഭാഗത്തുനിന്ന് വേണ്ടി വരും. അതേപോലെ തന്നെ നാറ്റോയിൽ ഒരു കാരണവശാലും യുക്രൈനെ അടുപ്പിക്കാനും പറ്റില്ല, അത് ട്രംപ് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സെലൻസ്കിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സെലൻസ്കി തയ്യാറല്ല. യൂറോപ്യൻ യൂണിയനും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് അവിടെ കീറാമുട്ടിയായിട്ട് വരുന്നത്. അപ്പോൾ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ യുദ്ധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇങ്ങനെ തന്നെ തുടരുകയാണ്, ചർച്ചകൾ ഒന്നിലേക്കും എത്തുന്നില്ലെങ്കിൽ ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് തന്നെ പോകും. ഈ നാറ്റോ സഖ്യം അവരുടെ ആണവ പോർമുനകളെല്ലാം യുക്രൈന്റെ ഭാഗത്തേക്ക് മാറ്റുന്ന സാഹചര്യം വരും. അത് കണ്ടു കഴിഞ്ഞാൽ റഷ്യ തീർച്ചയായിട്ടും തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ യുദ്ധതന്ത്രജ്ഞന്മാർ പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അവരുടെ ഒരു കൺക്ലൂഷൻ ഉള്ളത്. ആ കൺക്ലൂഷനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ട്രംപാണ്. ഇനി ഈ യുദ്ധം കൂടിയും ട്രംപിനെ അവസാനിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു വെടിനിർത്തലല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുകയാണെങ്കിൽ, ട്രംപിന്റെ ആഗ്രഹം നോബൽ സമ്മാനമായിരിക്കും, പക്ഷേ അതൊരു വലിയൊരു നേട്ടമായിരിക്കും. അത് ലോകത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിനും. ഇനി മറ്റൊരു സാഹചര്യം ഡെവലപ്പ് ചെയ്ത് വരുന്നത് അത് ഈ യുദ്ധത്തിലല്ല. ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ 2027 മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു സമയമായിട്ട് ഈ യുദ്ധങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പെർട്സ് പറയുന്നത്. അതായത് ചൈന തായ്വാനെ പിടിച്ചെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വർഷം 2027. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതല്ലെങ്കിൽ 2027 തായ്വാന്റെ മേൽ ചൈന കൈവയ്ക്കും. അപ്പോൾ അമേരിക്കയ്ക്ക് ആ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇസ്രായേലിനാൽ മുറിവേൽപ്പിക്കപ്പെട്ട് കേൾക്കുന്ന ഒരു വൈസൻ സിംഹമുണ്ട്. ആ സിംഹം ഇപ്പോഴും ഇറാനിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പൊ അവര് അവരുടേതായ കൃത്യമായ അജണ്ടയോടുകൂടി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുമായിട്ട് അവർ പല ഡീലുകൾ ഉണ്ടാക്കി, ഫൈറ്റർ ജെറ്റുകളടക്കം മിസൈലുകൾ, അതിനുപയോഗിക്കാവുന്ന മിസൈലുകൾ, ഇതെല്ലാം അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ തയ്യാറെടുപ്പിലാണ്. ഇസ്രായേലും ഒരു വിധത്തിൽ തയ്യാറെടുപ്പിലാണ്. ഇസ്രായേലിന്റെ കുറവുകൾ എന്താണെന്ന് ഇസ്രായേലും മനസ്സിലാക്കി കഴിഞ്ഞു, അവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സമാധാന ശ്രമത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രംപ് ഇടപെട്ട് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുകയും ഈ ഏകദേശം ഒരു 5 മാസം കൂടിയാണ് ഇസ്രായേലിന് വേണ്ട സമയം, ഗാസയെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കാനും ഹമാസിനെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള സമയം. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൃദ്ധിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സമാധാനത്തിന്റെ ഒരു വർഷമായിട്ടാണ് അവരത് കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങളാണ് അവർ സുന്നി മുസ്ലിം രാജ്യങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലുള്ള യഥാർത്ഥ ജൂതന്മാരുണ്ട്. അവർ അവരുടെ ദേവാലയത്തിന് വേണ്ടിയിട്ട് എത്ര നാളിഞ്ഞ് അവർ കാത്തിരിക്കും. അവരുടെ ദേവാലയത്തിന് വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ നടന്നു, അതേപോലെയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി മുസ്ലിം വേൾഡുമായിട്ട് അവർ ഈ കാര്യങ്ങൾ സംസാരിക്കും. മക്കയ്ക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഒരു കോംപ്രമൈസിങ് ഫോർമുല അവർ കൊണ്ടുവന്ന് ടെമ്പിൾ മൗണ്ടിലെ അവരുടെ ദേവാലയത്തിന്റെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ അവർ ആരംഭിക്കും. ഇത് വലിയൊരു ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കാനുള്ള സമയം അതായിരിക്കും. ആ സമയത്ത് റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലല്ലെങ്കിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. റഷ്യയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ നേരെ ഉണ്ടായി കഴിഞ്ഞാൽ അതായിരിക്കും വലിയൊരു യുദ്ധത്തിലേക്ക് വഴിതെളിക്കുക. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നവർ കൃത്യമായിട്ട് പറയുന്നത് ഈ യുദ്ധങ്ങളൊന്നല്ല ശരിക്കും ഏറ്റവും സാധ്യതയുള്ള യുദ്ധം എന്ന് പറയുന്നത്. ഏറ്റവും സാധ്യതയുള്ള യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ്. അതാണ് ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തലിലാണ് നിൽക്കുന്നത്. ഏത് നേരം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ ഏറ്റവും സാധ്യതയുള്ള യുദ്ധ സമാന സാഹചര്യമുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണെന്ന് പറയുന്നത്. പക്ഷേ അത് മൂന്നാം ലോകമഹായുദ്ധമായിട്ട് അവർ കണക്ട് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം അത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാത്രം കാരണമായതുകൊണ്ടാണ്. അതിൽ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റുകളില്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അവരത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് കണക്ട് ചെയ്യാത്തത്. ഞാൻ ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ആംഗിളാണ് ഒന്ന് അവസാനമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഇങ്ങനെ അനന്തമായി നീളുന്നതിൽ ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ഈ ഇസ്ലാമിസ്റ്റുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ ചർച്ച ചെയ്തതാണ്. ഇസ്ലാമിസ്റ്റുകൾ നോട്ടമിട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് യൂറോപ്പ്. യൂറോപ്പിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭൂമിയായിട്ട് യൂറോപ്പ് മാറിക്കഴിഞ്ഞാൽ അത് നഷ്ടം സംഭവിക്കുന്ന ഒരു സമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായമാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളാണ് യൂറോപ്പിൽ ഉടനീളമുള്ളത്. റഷ്യയും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണ്. ഒരു യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളെ അപ്പാടെ തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ എന്നും സ്വപ്നം കണ്ടിരിക്കുന്ന ആ ഒരു അധിനിവേശം എളുപ്പത്തിൽ അവർക്ക് സാധ്യമാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു കൂട്ടർ കൂടി സന്തോഷിക്കുന്നുണ്ട്, ഒരു ആയുധ ലോബി. അത് നമുക്കറിയാം ഏത് യുദ്ധത്തിലും സന്തോഷിക്കുന്ന ഒരു കൂട്ടരാണ് ആയുധ ലോബി. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ യൂറോപ്യൻ രാജ്യങ്ങൾ നീങ്ങേണ്ട ഒരു സമയമാണ്. യൂറോപ്പിന്റെ ഭാവിയെ തന്നെ, അതിനേക്കാൾ ഉപരി യൂറോപ്പിന്റെ ഒരു ക്രൈസ്തവ ഭാവിയെ തന്നെ അതിഗുരുതരമായിട്ട് ബാധിക്കും ഈ റഷ്യ യുക്രൈൻ സംഘർഷം.
ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിൽ ആ ഗ്യാപ്പിൽ യൂറോപ്പിലേക്ക് ഒരു അധിനിവേശ ശക്തികളായിട്ട് ഇസ്ലാമിസ്റ്റുകൾ കടന്നു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ക്രൈസ്തവ പൈതൃകത്തിന്റെ തുടുപ്പുകൾ നമുക്കറിയാം. നമ്മുടെ റോം, അതുപോലെ നിരവധി വിശുദ്ധരുടെ പുണ്യസ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത്. ഇങ്ങനെ മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നാമാവിശേഷമാകുന്ന ഒരു സാഹചര്യം വരും. ക്രൈസ്തവ പൈതൃകത്തിന്റെ ഒരു തുടുപ്പുകൾ, അതിന്റെ വേരുകളൊക്കെ അറക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ. ഈ ജോർജി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ അത് യാഥാർത്ഥ്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ വിശകലനങ്ങൾ നടത്തുന്നവർ പറയുന്നത്. കാരണം ഇനിയൊരു മൂന്നാം ലോകമഹായുദ്ധം ഈ അടുത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഇസ്ലാമിക രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ, പ്രത്യേകിച്ച് തുർക്കി പോലും അതിൽ ഇടപെടുകയില്ല എന്നാണ് ഈ യുദ്ധതന്ത്രജ്ഞന്മാർ പറയുന്നത്. അവർ കൃത്യമായിട്ട് പറയുന്നത്, ഒന്ന് ഏറ്റവും പ്രധാനം, ഏറ്റവും വലിയ നാശം സംഭവിക്കാൻ പോകുന്നത് യൂറോപ്പിന്, റഷ്യക്ക് തീർച്ചയായിട്ടും സംഭവിക്കും, അമേരിക്കയ്ക്ക് സംഭവിക്കും, ചൈന ഈ വിഷയത്തിൽ ഇടപെടും, ചൈനയുടെ ആക്രമണത്തിൽ മറ്റു പലർക്കും നഷ്ടങ്ങളുണ്ടാകാം. ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ അവസരം ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കലാപ കലുഷിതമാകുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഗാസയിലെ വിഷയമുണ്ട്. ഗാസ വിഷയത്തിൽ എവിടെയാണ് കലാപം ഉണ്ടാകുന്നത്? യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, മുസ്ലിം രാജ്യങ്ങളിലല്ല, അറബ് രാജ്യങ്ങളിലല്ല കലാപങ്ങൾ ഉണ്ടാകുന്നത്. അവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും കലാപങ്ങൾ നടക്കുന്നത് യൂറോപ്പിലാണ്. അപ്പോൾ ഇനി യൂറോപ്പിന് ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു യുദ്ധം കഴിയുമ്പോൾ ആ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനിറ്റി പോലും അവശേഷിക്കുമോ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിക്കൊണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് തിരിച്ചറിഞ്ഞ് വേണ്ട നടപടികൾ എടുക്കുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന്റെ നഷ്ടം സംഭവിക്കുക എന്ന് പറയുന്നത് അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള ഈഗോയും മാറ്റിവെച്ചുകൊണ്ട് ഒരു സമാധാനത്തിലേക്ക് യൂറോപ്പ് കടക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം യൂറോപ്പിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിസ്റ്റുകൾ ഒരു വശത്തുകൂടി ഒരു തുരപ്പൻ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ മൂർച്ഛിക്കുന്നു. അതിനാൽ തന്നെ യൂറോപ്പ് നിലനിൽക്കണമെങ്കിൽ, അതിൻ്റെ ക്രൈസ്തവ പൈതൃകത്തിൽ നിലനിൽക്കണമെങ്കിൽ അവിടെ സമാധാനം സംജാതമായേ മതിയാവൂ. ആ അടിയന്തര പ്രാധാന്യം തിരിച്ചറിഞ്ഞുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഇരുപക്ഷത്തെ നേതാക്കൾക്ക് സാധിക്കട്ടെ. യൂറോപ്യൻ യൂണിയന് സാധിക്കട്ടെ, യുക്രൈന് സാധിക്കട്ടെ, റഷ്യക്ക് സാധിക്കട്ടെ, ഒപ്പം തന്നെ അതിനായി മുൻകൈയെടുക്കുന്ന അമേരിക്കയ്ക്ക് സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.